കാലവർഷം ശക്തമാണ് സംസ്ഥാനത്ത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത കാറ്റിലും മഴയിലും പലയിടത്തും മരം വീണു, വീടുകൾക്കുൾപ്പെടെ കേടുപാടുണ്ടായി. എറണാകുളം നഗരമേഖലയിൽ പലയിടത്തും വെള്ളം കയറി. ജില്ലയുടെ തീരമേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായുണ്ട്. അലക്സ് റാം മുഹമ്മദ്, എസ് ശ്യാംകുമാർ, ചോബി ജോൺസൺ, അശ്വിൻ പാലാഴി, സമീർ സി മുഹമ്മദ്, ദേവി ജയശങ്കർ എന്നിവർ. ആദ്യം പോകുന്നത് അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമൊക്കെ വന്നത് പ്രകാരം ഏതാനും ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നതാണല്ലോ ഇന്ന് വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ റെഡ് അലേർട്ട് ഉണ്ട്. എങ്ങനെയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്? അനുജതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ 2 ചക്രവാത ചുഴി, അതായത് ഇരട്ട ചക്രവാത ചുഴി, അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി, അത് ഈ മഹാരാഷ്ട്ര തീരത്തിന് സമീപമാണെങ്കിൽ പോലും അതിന്റെ സ്വാധീനം കൂടിയുണ്ട്. ഈ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട് കേരളത്തിന് മുകളിൽ. അതാണ് ഈ മഴ ഇങ്ങനെ കനത്തു നിൽക്കാൻ കാരണം. പ്രത്യേകിച്ച് ഇന്ന് അടുത്ത 4 ദിവസത്തേക്കും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. പക്ഷേ ഇന്ന് സംസ്ഥാനത്ത് അതിതീവ്ര മഴ ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിൽ അറിയിക്കുന്നത്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത വേണം. മഴ കനക്കും വടക്കൻ കേരളത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ റെഡ് അലർട്ട്, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് റെഡ് അലർട്ട്. അത് നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള 9 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 11 മുതൽ 20 സെന്റിമീറ്റർ വരെയുള്ള മഴ, അതിശക്തമായ മഴ ലഭിക്കും. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച അതിതീവ്ര മഴ ലഭിക്കുമെന്ന് പ്രവചനമുള്ള ജില്ലകളിലാകട്ടെ 20 സെന്റിമീറ്ററിന് മുകളിലാണ് മഴ, അതായത് 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വടക്കൻ കേരളത്തിലെ പല ജില്ലകളിലും മലയോര മേഖലയിലുമൊക്കെ കാര്യമായി മഴ ലഭിക്കുന്നുണ്ട്. അതിനാൽ ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പല പ്രദേശങ്ങളുമുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ, റവന്യൂ അധികൃതരുടെ അടക്കം അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് ഇത്തരം അപകട ഭീഷണിയുള്ള സ്ഥലത്തു നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം ലഭിച്ചവർ അത് അനുസരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, റവന്യൂ വകുപ്പ് അടക്കമുള്ള മറ്റെല്ലാ സർക്കാർ സംവിധാനങ്ങളോടും ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. മലയോര മേഖലയിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട്. തീരമേഖലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. 4.1 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്കാണ് കേരള തീരത്ത് സാധ്യത. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്, അതിന്റെ വിശദാംശങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. നമ്മൾ ഇനി പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്തും ശക്തമായ കാറ്റും മഴയും, വിവിധയിടങ്ങളിൽ നിന്ന് നാശനഷ്ടത്തിന്റെ വാർത്തകളാണ് വരുന്നത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, വിവിധയിടങ്ങളിൽ മരം വീണ് നാശനഷ്ടമുണ്ടാകുന്നു. നേരത്തെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീഴുന്നു. ചുങ്കത്താണ് ആ സംഭവം ഉണ്ടായത്. അങ്ങനെ വലിയ നാശനഷ്ടത്തിന്റെ വാർത്തകളൊക്കെയാണോ കോട്ടയം ജില്ലയിൽ വിവിധയിടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന ഈ ചുങ്കത്താണ്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് റോഡാണ്. ആ റോഡിൽ ഇന്ന് ഏകദേശം 6:20 കൂടിയാണ് ഈ വലിയൊരു മരം കടപുഴകി ഈ റോഡിലേക്ക് വീഴുന്നത്. ആ സമയം ഇതിലെ ഒരു ഓട്ടോറിക്ഷ കടന്നു പോയിരുന്നു. ഒരു ആങ്ങളെയും പെങ്ങളും, അതായത് 2 സഹോദരങ്ങളാണ് ആ ഓട്ടോയിലുണ്ടായിരുന്നത്. പക്ഷേ അത്ഭുതകരമായി അവർ അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ മരം വീഴുന്നതിന് തൊട്ട് മുമ്പായിരുന്നു അവരുടെ ഓട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ശിഖരങ്ങളാണ് ഈ ഓട്ടോയ്ക്ക് മുകളിലേക്ക് വീണത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ഭുതകരമായി അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു എന്നൊരു വലിയ ആശ്വാസത്തിന്റെ വാർത്ത നമുക്കിന്ന് രാവിലെ കൊടുക്കാൻ സാധിച്ചു. എന്തായാലും ആ ജോലികൾ, മരം മുറിച്ചു മാറ്റുന്ന ആ ജോലികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, വലിയൊരു മരമാണ്. അതിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി ഓരോന്നായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. ആ 3.5 മണിക്കൂറായിട്ട് ഈ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും വലിയൊരു മരമായിരുന്നു. ഈ ഒരു റോഡ് നമുക്കറിയാവുന്നതുപോലെ മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡാണ്. നിരവധി ആംബുലൻസുകളടക്കം സ്ഥിരം കടന്നു പോകുന്ന, ഓരോ മണിക്കൂറിലും ഇടവിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന, ആംബുലൻസ് കടന്നു പോകുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ